ഇനി നമുക്ക് നോക്കാം ടെക്നോളജി റിലേറ്റഡ് ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. Technology related to the sum total of knowledge providing ways to do things. It may include inventions, techniques which affect the way of doing things, that is designing, producing and distributing products എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് പലപ്പോഴും വരാറുണ്ട്. കാരണം അപ്പോൾ എന്താ ഈ ടെക്നോളജി റിലേറ്റഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്? ടെക്നോളജി റിലേറ്റഡ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനകത്ത് ഒരു പുതിയ ടെക്നോളജീൻ്റെ ഇൻവെൻഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ആവാം. അതായത് ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക രീതിയിലൂടെ ചെയ്യുന്നതിനുള്ള ഒരു പുതിയ വേ ആകാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം ഡിസൈൻ ചെയ്യുന്നതാകാം. ഇത് എന്തും ആവാം. എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഓർഗനൈസേഷനും കോമ്പീറ്റ് ചെയ്യുകയാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഓർഗനൈസേഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പൊസിഷൻ മറ്റുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് പറയുന്നത് ടാസ്ക് റിലേറ്റഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ചേഞ്ചസ് പോലെ തന്നെ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻഡ് ചേഞ്ചിനൊരു ഫാക്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ദ ടൈപ്സ് ഓഫ് ടാസ്ക് ദാറ്റ് മേ ബി റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ഓപ്പറേഷൻ ജോബ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ ടാസ്ക് may be designed in a number of ways, ranging from job simplification to job enrichment. However, what alternatives are chosen must consider the core job characteristics, skill variety, task identity. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനകത്ത് നമ്മളൊരു പുതിയൊരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ആ കാര്യം കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ ടാസ്ക് സിംപ്ലിഫിക്കേഷൻ, ടാസ്ക് എൻലാർജ്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഓർഗനൈസേഷനിൽ വരുത്തി കഴിഞ്ഞാലും അത് നമ്മുടെ കോർ ജോബുമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതായത് ഒരു ജോലി ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കാം, കൃത്യമായിട്ട് ആ ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക, പിന്നീടോ അത് ചെയ്യാനുള്ള ഓട്ടോണമി കൊടുക്കുക, അതായത് അതിനുള്ള റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റീസും കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ഓർഗനൈസേഷണൽ കോമ്പോണൻസ്, അല്ലെങ്കിൽ വേരിയസ് ഓർഗനൈസേഷനിലായിട്ടുള്ള പാർട്സ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, പൊസിഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ വേരിയസ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്ന്, ചേഞ്ചിങ് നമ്പർ ഓഫ് ഹൈറാർക്കൽ ലെവൽസ്. ഇപ്പോൾ ഒരു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നൊരു ഹൈറാർക്കി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ടോപ്പും ലോവറുമായിട്ട് മാത്രം മാറ്റി, അല്ലെങ്കിൽ ചേഞ്ചിങ് വൺ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ടു അനദർ ഫോം, അതായത് ഓർഗനൈസേഷൻ ടൈപ്പ് തന്നെ മാറ്റുക, ഒരു മൊണോപ്പൊളിസ്റ്റിക്കിൽ നിന്ന് ഡെമോക്രാറ്റിക്കിലേക്കൊക്കെ മാറ്റുന്ന പോലെ. ഇനി ചേഞ്ചിങ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ ചേഞ്ചിങ് ലൈൻ സ്റ്റാഫ് ആൻഡ് ഫങ്ഷണൽ അതോറിറ്റി, ലൈൻ സ്റ്റാഫും ലൈനും സ്റ്റാഫ് ഫങ്ഷൻസും മാറ്റുക. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി പീപ്പിൾസ് റിലേറ്റഡ് ചേഞ്ച്, അതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ള ചേഞ്ച് ഓഫ് എനി ടൈപ്പ് ആസ് പോയിൻറ്റഡ് ആൻഡ് എബോവ് റിക്വയർ ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ദീസ് ചേഞ്ച് മേ ബി ഓഫ് ടു ടൈപ്സ്, സ്കിൽസ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് ഓർഗനൈസേഷനിലെ പീപ്പിൾസുമായി ബന്ധപ്പെട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ പീപ്പിൾസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത് അവരുടെ സ്കില്ല്, അവരുടെ കഴിവിലും അവരുടെ പെരുമാറ്റ രീതിയിലും വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ചേഞ്ചസ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ചേഞ്ച് എന്നാണ്. അപ്പോൾ ഓർഗനൈസേഷനകത്ത് ആ ചേഞ്ചിൻ്റെ ആൾക്കാരുടെ സ്വഭാവത്തിലും സ്കില്ലിലും വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓർഗനൈസേഷനകത്ത് അവരുടെ എംപ്ലോയീസിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.